ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അങ്ങനെ സച്ചിയും അർച്ചനയും കൂടി നെല്ലിശ്ശേരിയിൽ എത്തിയിരിക്കുകയാണ്. ഡോക്ടർ എന്തു പറഞ്ഞെന്ന് അവന്തിക ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അകത്തേക്ക് പോകുന്നു. അതേസമയം സന്ദീപ് താഴേക്ക് വരികയാണ്. എന്താ ഏട്ടത്തി, എന്ത് പറ്റിയെന്ന് സന്ദീപ് ചോദിക്കുമ്പോൾ അനഘ പറയുകയാണ്, അവർ രണ്ടുപേരും കൂടി ഹോസ്പിറ്റലിൽ പോയിരിക്കുകയായിരുന്നു കുട്ടികളുടെ കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടിയിട്ട്. അതെന്താണെങ്കിലും നല്ല കാര്യം തന്നെ ഏട്ടത്തി, കുഴപ്പമൊന്നുമില്ലെന്നാ പറഞ്ഞതെന്നും അനഘ പറയുമ്പോൾ സന്ദീപ് പറയുകയാണ്, അതിൻ്റെതായ സമയത്തില് എല്ലാം നടന്നോളും ഏട്ടത്തി. ഇത് കേൾക്കുന്ന അനഘ ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, എന്നിട്ട് സന്ദീപിന്റെ കാര്യത്തില് ഇതൊക്കെ അല്പം അഡ്വാൻസ്ഡ് ആയിരുന്നല്ലോ. ഇത് കേൾക്കുന്ന സന്ദീപ് പറയുകയാണ്, അത് എന്റെ കാര്യമല്ലേ, നീ അതൊന്നും അറിയേണ്ട ഒരു കാര്യവുമില്ല, നീയേ നിന്റെ കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതിയെന്ന് പറഞ്ഞ് സന്ദീപ് അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് അവരെല്ലാം പോയതിനു ശേഷം അനഘ അവന്തികയോട് പറയുകയാണ്, ഇനി നമ്മൾ വിചാരിച്ചതുപോലെയല്ലേ കാര്യങ്ങള്. എന്റെ പേടി അതൊന്നുമല്ല, ഇനി എന്തെങ്കിലും അത്ഭുത പ്രവൃത്തിയിലൂടെ ഇവള് ഗർഭിണിയായാലേ നമ്മൾ കെട്ടിത്തൂങ്ങി ചാകേണ്ടി വരും. ഇത് കേൾക്കുന്ന അവന്തിക പറയുകയാണ്, നീ പറഞ്ഞതുപോലെ ഒരു കാര്യങ്ങളും അർച്ചനയുടെ കാര്യത്തില് നടക്കില്ല. അതെല്ലാം ഉറപ്പിച്ചതിന് ശേഷമാ ഇവരുടെ വിവാഹമേ ഞാൻ നടത്തിയത്. സച്ചിക്ക് പോന്ന തലകറക്കത്തിന്റെ കാരണം നമ്മൾ വിചാരിച്ചതുപോലെ ആണെങ്കിലേ ഇത് എല്ലാവരുടെ മുമ്പില് ഞാൻ തന്നെയായിരിക്കും കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നത്. ഇതിൻ്റെയൊക്കെ ഇടയിൽ നമ്മൾ മറന്നുപോയ മറ്റൊരു കാര്യമുണ്ട്, ആതിരയുടെ ഗർഭമെന്ന് അനഘ പറയുമ്പോൾ അവന്തിക പറയുകയാണ്, അവള് പ്രസവിക്കുന്നെങ്കിൽ പ്രസവിക്കട്ടെ, അത് ജനിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ കൈകൊണ്ട് തന്നെ തീരേണ്ടതാണല്ലോ, അതുകൊണ്ട് അതിനെക്കുറിച്ചോർത്ത് എനിക്ക് ഒരു പേടിയുമില്ലെന്ന് പറഞ്ഞ് അവന്തിക അവിടെ നിന്ന് പോകുന്നു. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് സച്ചിയാണ്. സന്ധ്യ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് ടെൻഷനോടെ ഇരിക്കുകയാണ് സച്ചി. അതേസമയം സന്ദീപും അർച്ചനയും കൂടി മുറിയിലേക്ക് വരുന്നു. സന്ദീപ് സച്ചിയും അർച്ചനയും ആഹാരം കഴിക്കാനായി വിളിക്കാനാണ് വന്നത്. അതേസമയം സച്ചി എന്തോ ആലോചിച്ചിരിക്കുന്നത് കണ്ടിട്ട് സന്ദീപ് ചോദിക്കുകയാണ്, എന്താ ഏട്ടത്തി, എന്തു പറ്റി ഏട്ടന്? എനിക്കറിയില്ല സന്ദീപേ, കുറെ നേരമായി ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. തുടർന്ന് സന്ദീപ് തന്നെ സച്ചിയെ തട്ടി വിളിക്കുകയാണ്. ആഹാരം കഴിക്കാൻ വരാൻ സന്ദീപ് പറയുമ്പോ ആതിര കഴിച്ചോ എന്ന് അർച്ചന ചോദിക്കുന്നു. അയ്യോ, ആതിരയുടെ കാര്യമൊന്നും പറയാത്തതാ നല്ലത്. ജനിക്കാൻ പോകുന്ന കൊച്ചിനെ ഏത് കോളേജിൽ വരെ ചേർക്കണമെന്ന് തീരുമാനിച്ചിട്ടാ ഞാൻ വരുന്നത്. കേൾക്കുന്ന സച്ചി വിഷമത്തോടെ സന്ദീപിനെ നോക്കുകയാണ്. നിങ്ങൾക്കും 2 കുഞ്ഞുങ്ങളാണല്ലോ ജനിക്കാൻ പോകുന്നത്, എല്ലാ കുട്ടികളും കൂടി നല്ല രസമായിരിക്കുമല്ലേ ഇവിടെ എന്നൊക്കെ സന്ദീപ് പറയുമ്പോൾ സന്ധ്യ പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് വിഷമത്തോടെ സന്ദീപിനെ നോക്കുകയാണ് സച്ചി. അതേസമയം സച്ചിയുടെ ഭാവമാറ്റമെല്ലാം അർച്ചന ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വിശക്കുന്നെന്നല്ലേ പറഞ്ഞത്, വാ ആഹാരം കഴിക്കാമെന്ന് പറഞ്ഞ് സച്ചി സന്ദീപിനെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അതേസമയം സന്ധ്യ ഡോക്ടറെ വിളിക്കുകയാണ് അർച്ചന. ഞാൻ അവിടുന്ന് ഇറങ്ങിയതിന് ശേഷം ഡോക്ടർ എന്തായിരുന്നു സച്ചിയേട്ടനോട് പറഞ്ഞത്? സച്ചിയേട്ടൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ വേറെ ഏതോ ലോകത്തിലെന്ന പോലെയാ പെരുമാറുന്നത് എന്നൊക്കെ അർച്ചന സന്ധ്യയോട് പറയുമ്പോൾ ഇത് കേട്ട് ടെൻഷനോടെ ഇരിക്കുകയാണ് സന്ധ്യ. അങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ കൂടെ സന്തോഷത്തോടെ വന്ന ആളാണ്, പക്ഷെ ഇപ്പോൾ സച്ചിയേട്ടൻ പഴയ സച്ചിയേട്ടനല്ല. ചോദിച്ചിട്ടാണെങ്കിലോ ഒന്നും പറയുന്നുമില്ല. രാവിലെ ഒരു ചെറിയ തലകറക്കം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു, ഇനി അതിൻ്റെ ആണോ എന്നും അറിയില്ലെന്നും അർച്ചന പറയുന്നു. ഇത് കേൾക്കുന്ന സന്ധ്യ പറയുകയാണ്, അതിൻ്റേത് തന്നെ ആകും അർച്ചനെ. സച്ചിക്ക് ബിസിനസിന്റെ കാര്യത്തിലൊക്കെ ടെൻഷൻ കാണും, അതുകൊണ്ടാകും പെട്ടെന്ന് ഇങ്ങനെ ഒരു ഭാവവ്യത്യാസം. നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിന് തടസ്സമൊന്നുമില്ല എന്ന് മാത്രമാ ഞാൻ സച്ചിയോട് പറഞ്ഞത്. ഒന്നുറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും എല്ലാം ശരിയായിക്കോളുമെന്നും സന്ധ്യ അർച്ചനയോട് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് സച്ചി ഒറ്റയ്ക്ക് പുറത്ത് വന്ന് നിൽക്കുന്നതാണ്. സന്ധ്യ പറഞ്ഞ കാര്യങ്ങളെല്ലാം സച്ചി ഓർക്കുകയാണ്. സമയം അർച്ചന അങ്ങോട്ടേക്ക് വരികയാണ്. എന്താ സച്ചിയേട്ടാ, സച്ചിയേട്ടൻ എന്താ പറ്റിയത്? ഡിവോഴ്സ് നോട്ടീസ് കീറി കളഞ്ഞതിൽ പിന്നെ സച്ചിയേട്ടനെ ഞാൻ ആദ്യമായിട്ടാ ഇങ്ങനെ കാണുന്നത്. എല്ലാം തന്റെ തോന്നലാണെന്ന് സച്ചി പറയുന്നുണ്ടെങ്കിലും തുറന്നു പറയാൻ അർച്ചന നിർബന്ധിക്കുകയാണ്. തുടർന്ന് സച്ചി പറയുകയാണ്, നമ്മളിന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോൾ എന്നെയും തന്നെയും പോലെ 2 പേര് അവിടെ ഉണ്ടായിരുന്നു. കുഞ്ഞിനു വേണ്ടി വല്ലാതെ ആഗ്രഹിച്ചു വന്നവരാവര്. പക്ഷേ ടെസ്റ്റ് റിപ്പോർട്ട് വന്നപ്പോൾ ആ പെൺകുട്ടിക്ക് ഒരിക്കലും കുട്ടികൾ ഉണ്ടാകില്ലെന്നാ പറഞ്ഞത്. ഇത് കേട്ടിട്ട് ആ കുട്ടി കരയുന്നത് കണ്ടിട്ട് എനിക്കത് താങ്ങാനേ ആയില്ല. ഇത് കേൾക്കുന്ന അർച്ചന പറയുകയാണ്, അത് പിന്നെ സച്ചേട്ടാ, അങ്ങനെ കുറെ പേരുണ്ട് ഈ ലോകത്ത്. ആണെങ്കിലും ഈശ്വരൻ നമ്മളെ കൈവിട്ടില്ലല്ലോ, അതിലാണ് എനിക്ക് സന്തോഷമുള്ളത്. ഇത്ര പേർക്ക് കിട്ടാത്ത ഭാഗ്യമാ നമുക്ക് കിട്ടിയത്. നമുക്ക് എന്താണെങ്കിലും ഉറങ്ങാം, നമുക്ക് നാളെ തന്നെ ക്ഷേത്രത്തിലേക്ക് പോകണമെന്ന് അർച്ചന പറയുമ്പോൾ സച്ചി പറയുകയാണ്, അർച്ചനെ, ഞാൻ തന്നോട് ഒരു കാര്യം ചോദിക്കട്ടെ? ആ കുട്ടികൾ ഉണ്ടാകാതിരിക്കുന്ന പയ്യന്റെയും ആ പെൺകുട്ടിയുടെയും അവസ്ഥ നമുക്കായിരുന്നെങ്കിൽ താൻ എന്ത് ചെയ്തേനെ? കേൾക്കുന്ന അർച്ചന പറയുകയാണ്, സച്ചിയേട്ടന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു കുഞ്ഞുണ്ടാവുക എന്നത്. അത് എന്നെക്കൊണ്ട് സാധിച്ചു തരാനാകില്ലെന്നറിഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കും, അല്ലെങ്കിൽ സച്ചിയേട്ടനെ വിട്ട് ഞാൻ ദൂരെ എങ്ങോട്ടെങ്കിലും പോകും. സച്ചിയേട്ടന് ഒരു കുഞ്ഞുണ്ടാവുക എന്നതിന് ഞാനൊരു തടസ്സമാണെങ്കിൽ
ഞാൻ എന്നേക്കുമായി മാറുന്നതല്ലേ നല്ലത്. കേൾക്കുന്ന സച്ചി ഞെട്ടലോടെ നിൽക്കുകയാണ്. സച്ചിയേട്ടന് ഇപ്പം മനസ്സിലായല്ലോ ഞാൻ എന്ത് ചെയ്യുമെന്ന്. ഇനി നമുക്ക് അകത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് അർച്ചന പോകുമ്പോൾ ആകെ തകർന്നു നിൽക്കുകയാണ് സച്ചി. അങ്ങനെ വിഷമത്തോടെ നിൽക്കുന്ന സച്ചിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.